നടുവിൽ ശോഭപൂർണ്ണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ആരാധന ആരാധന നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ ആദ്യനും അന്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഈശോയെ, കുറവുകളും ബലഹീനതകളും ഏറെയുള്ള കുടുംബ ബന്ധങ്ങളിലേറെ പ്രാരാബ്ധങ്ങൾ നേരിടുന്ന ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും എല്ലാ കുറവുകളോടും ബലഹീനതകളോടും കൂടി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ ഒത്തിരിയേറെ പാപങ്ങളുണ്ട്. അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള പൈശാചിക പീഡകളേറെയാണ്, അഫ്ലിക്ഷൻസ്. പലപ്പോഴും അതിനെയൊക്കെ ദൈവേഷ്ടമാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചു. പലപ്പോഴും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും ഒക്കെ ഇരിക്കുക. നാഥ, വേണ്ട വിധം പശ്ചാത്തപിക്കാതെ, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഒന്നുമില്ലാതെ ഇതൊക്കെ മതി, ഇതുകൊണ്ടൊക്കെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാപത്തിൻ്റെ കൂനയിലാണ് ഞാൻ. വേണ്ട വിധം നിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ ജഡിക സന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സാണ് എൻ്റെ. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്നു. വേണ്ട വിധത്തിൽ അവർക്ക് അഭിഷേകം അവരിലേക്ക് ഒഴുകിയിട്ടില്ല. ഞാൻ മൂലം, എൻ്റെ വിശുദ്ധി മൂലം നീ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച നന്മകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അശുദ്ധി മൂലം തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ നന്മകളുണ്ട്. ഞാൻ വേണ്ട വിധം പ്രാർത്ഥിക്കാത്തതിനാലും, വേണ്ട വിധം ദൈവിക ശുശ്രൂഷ ചെയ്യാത്തതിനാലും, വേണ്ട വിധം എന്നെ തന്നെ വിശുദ്ധീകരിക്കാത്തതിനാലും എന്നിലൂടെ കൊടുക്കേണ്ട, നീ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച, എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ച, അനേകർക്ക് എന്നിലൂടെ കൊടുക്കാൻ ആഗ്രഹിച്ച
പല നന്മകളും അവർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഉപേക്ഷ കൊണ്ട് ഞാൻ ഏറെ പാപം ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ എല്ലാ പാപങ്ങളെയും ഞാൻ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്നോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തുക. കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ച് നിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. ആഗ്രഹത്തിൻ്റെ എഴുന്നേറ്റ് നൽകുക. കരങ്ങൾ കൂപ്പുക. വചനം പറയുന്നു, എനിവൺ ഹൂ റിട്ടേൺസ് evil for good, evil will never depart from their family. भलाई के बदले जो बुराई चुकाता है उनके घर से विपत्ति कभी नहीं हटेगी. നന്മയ്ക്ക് പകരം തിന്മ ആരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അവൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. ഇത് സുഭാഷിതങ്ങളുടെ 17-ാം അധ്യായത്തിലാണുള്ളത്. അതായത് ഒരാളുടെ നന്മ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മയാണ് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അസൂയ എന്ന് വിളിക്കുന്നത്. ഒരാൾ നന്മ, ഒരാൾക്ക് ഭയങ്കര നന്മ കിട്ടി, അല്ലെങ്കിൽ ഒരാൾ കുറേ വചനമൊക്കെ പറയുന്നു, ഒരാൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, അത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തിന്മ, ഓ അവൻ വലിയ വിശുദ്ധനായല്ലോ, ഇങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ ഒരു നന്മയ്ക്ക് പകരം തിന്മ പുറത്തേക്ക് വരിക. എനിവൺ ഹു റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, भलाई के बदले बुराई से चुकाता है, भलाई का बदला बुराई से चुकाता है, उसके घर से विपत्ति नहीं हटेगी. ഇത് വളരെ സീരിയസ് ആയ ഒരു സംഭവമാണ്. ജലസി, അസൂയ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ വിപത്തുകൾ തീരില്ല. ഇത് പലർക്കും മനസ്സിലാകാതെ കിടക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആരുടെയെങ്കിലും ഒരു നന്മ കാണുമ്പോൾ ആ നന്മയ്ക്ക് പകരം തിന്മയാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. എൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നു, എനിക്ക് ദേഷ്യം വരുന്നു. ഉദാഹരണത്തിന് ഒരാളൊരു നല്ല വണ്ടി മേടിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ കുറേ ദൈവ ശുശ്രൂഷ ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ ഞാൻ തിന്മ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇഫ് എനി വേർഡ്സ് ഓഫ് ഈവിൾ കമ്മിങ് ഔട്ട് ഓഫ് മൈ മൗത്ത്, എന്നിട്ട് ഞാൻ വേണ്ട വിധം പശ്ചാത്തപിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുപോകില്ല. കാരണം അങ്ങനെ എഴുതവച്ചിരിക്കുന്നത്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവൻ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തിന്മ ഒരിക്കലും വിട്ടുപോകില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എനിവൺ ഹു റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം ദെയർ ഫാമിലി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. If a man returns evil for good, evil will never depart from his house.
ഇതെന്ത് സീരിയസ് ആണെന്നറിയോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ഇരുന്നേ, ഇരിക്കുക. ചില കാര്യങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും അനോയിന്റിങ് വരത്തില്ല. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കർത്താവ് ഇങ്ങനെ ഓർമ്മിച്ചു തരുവാണ്, ജലസിയെക്കുറിച്ച് പറയാം. ഈ ജലസി, ആങ്കർ, ഈ രണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അനോയിന്റിങ് ഒരിക്കലും വരത്തില്ല. കാരണം കർത്താവിൽ സന്തോഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ എല്ലാ കപ്പാസിറ്റിയും പോയി കിടക്കുവാണ്. കാരണം എന്താണ്? ഈ ജലസി ഉണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്റി നഷ്ടപ്പെടും. എന്താണ്? കൃപ നഷ്ടപ്പെടും. സന്തോഷിക്കാൻ പറ്റത്തില്ല. എന്താണ്? നമ്മളെപ്പോഴും നോക്കുന്ന മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. അവർക്കത് കിട്ടി, ഇതുണ്ട്, അവർക്ക് അത്രയും കിട്ടുന്നുണ്ട്, എന്നിട്ട് നമ്മളിങ്ങനെ ദുഃഖിക്കും. ജലസി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. റിട്ടേണിങ് ഈവിൾ ഫോർ ഗുഡ്. അതുകൊണ്ടാണ് എല്ലാ 7 ഈവിൾ സ്പിരിറ്റിലെ മോസ്റ്റ് ഡേഞ്ചറസ് ഈവിൾ സ്പിരിറ്റ് ജലസി എന്നാണ് ബൈബിൾ പറയുന്നത്. ജലസി ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഈവിൾ സ്പിരിറ്റ്, മോർ ദാൻ സെക്ഷുവൽ സിൻ. വ്യഭിചാരത്തെക്കാൾ ഭീകരൻ ജലസിയാണ്, അസൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ജലസി ഈസ് ക്യാൻസർ. ഹൂ ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ജലസി എന്ന് ബൈബിൾ ചോദിക്കുന്നുണ്ട്. ഹൂ ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ജലസി? ജലസി ഈസ് ആസ് ക്രൂവൽ ആസ് ദ ഗ്രേവ് എന്നാണ്. അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ് എന്നാണ് സോങ് ഓഫ് സോളമനിലെ 8ാം അധ്യായത്തിൽ പറയുന്നത്. സോങ് ഓഫ് സോളമൻ എന്ന് പറഞ്ഞാൽ ഉത്തമഗീതം. ഉത്തമഗീതം. അസൂയ ശവക്കുഴി പോലെ ക്രൂരം, ആസ് ക്രൂവൽ ആസ് ദ ഗ്രേവ്. 14:30 പ്രോവർബ് പറയുന്നത് ജലസി ഈസ് ക്യാൻസർ എന്നാണ്. ഗുഡ് ന്യൂസ് ബൈബിൾ. ഹൂ ക്യാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ജലസി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇഫ് എനി മാൻ റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം ദ ഫാമിലി. എനിവൺ ഹൂ ഈസ് ഗ്ലാഡ് അറ്റ് ദ കലാമിറ്റി ഓഫ് അതേഴ്സ് വിൽ നെവർ ഗോ അൺപണിഷ്ഡ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 17 verse 5. മറ്റുള്ളവർക്ക് ഒരു പീഡ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷം. യു വിൽ നെവർ ഗോ അൺപണിഷ്ഡ്. അതായത് നിനക്ക് പണിഷ്മെൻറ്റ് കിട്ടിയായിരിക്കും, പിശാച് കൊണ്ടു തന്നിരിക്കും. കുടുംബത്തിൽ പീഡ വരും. അതായത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം കിട്ടി, അല്ലെങ്കിൽ അവൻ്റെ ജോലി പോയി, അപ്പം നമുക്കുള്ളിലൊരു സന്തോഷം വരുവാണ്. വചനം പൂർത്തിയാകാതെ കിടക്കത്തില്ല, മക്കളെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ എനിവൺ ഹു റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം ദ ഫാമിലി. അപ്പോൾ പല കുടുംബത്തിലും ഇങ്ങനെ പീഡയുണ്ട്. ഒരു വീട്ടിലെ 2 പെൺപിള്ളേരും ഒളിച്ചുപോയി. ആ ചേച്ചി അത് കഴിഞ്ഞ് പള്ളിപ്പോക്ക് നിർത്തി. ശക്തമായിട്ട് ഉത്തർപ്രദേശ് അല്ല, ആസാമിൽ നടന്നൊരു സംഭവമാണ്. 2 പെൺപിള്ളേരാണുള്ളത്. അവർ 2 പേരും അന്യമതസ്ഥരുടെ കൂടെ പോയി. അത് കഴിഞ്ഞാൽ പള്ളി പോകുന്നില്ലായിരുന്നു 3-4 വർഷത്തേക്ക്. അടുത്തുള്ള പ്രെയർ ഗ്രൂപ്പുകാർ ഒരാൾ വിളിച്ചുകൊണ്ട് വന്ന് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു. അച്ഛനോട് പറഞ്ഞു, ഇതിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരാളെങ്ങനെയാണ്. അതിന് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞപ്പം ദൈവം ഒരു കാര്യം കൃത്യം കാണിച്ചു തന്നു. ഈ പുള്ളിക്കാരി അസൂയ കാരണം തൊട്ടടുത്ത വീട്ടിലെ ഒരു പെങ്കൊച്ചുണ്ട്. ഇവരുടെ പ്രായമുള്ള, ഈ വീട്ടിലെ പെണ്ണിൻ്റെ പ്രായമുള്ള, ഈ മക്കളുടെ പ്രായമുള്ള വേറൊരു പെങ്കൊച്ച് അടുത്ത വീട്ടിലുണ്ട്. അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. ആ മോളുടെ കല്യാണം, അവൾ 12 വരെ പഠിച്ചുള്ളൂ, ഇവൾ BA പഠിച്ചുകൊണ്ടിരിക്കുക. ഇവർ 2 പേരും ആ സമയത്ത് 12 പഠിച്ചു കഴിഞ്ഞ് ആ കൊച്ചിൻ്റെ നല്ലൊരു കല്യാണം ഉറപ്പിച്ചു. ഒരു ടീ ഗാർഡനിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട്. ഈ പുള്ളിക്കാരിക്ക് അത് സഹിച്ചില്ല. എൻ്റെ മക്കളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പായിരുന്നു. ആ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആരുമായിട്ട് കല്യാണം ഉറപ്പിച്ചോ, തെസ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കല്യാണം ഉറപ്പിച്ചു. ആ പുള്ളിയുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അവന് ഫോൺ പറഞ്ഞു, സൂക്ഷിച്ചോണം, ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞൊരു നുണ പറഞ്ഞ് അവൻ പേടിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇത് ആരും അറിഞ്ഞില്ല ഈ പുള്ളിക്കാരിയാണ് ചെയ്തതെന്ന്. കുറച്ചേ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ വീട്ടിൽ നിന്ന് 2 പിള്ളേരെ വേറെ മതസ്ഥർ കൊണ്ടുപോയി. പിന്നീട് ഈ വചനത്തിൻ്റെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പിന്നെ പശ്ചാത്തപിക്കുന്നത്. ഇത് തിരിച്ചു വന്നതാണ്. എനിവൺ ഹു റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ദ ഫാമിലി. കാരണം അസൂയ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുടുംബത്തെ കഷ്ടത്തിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഈ അസൂയക്കാർക്ക് വേണ്ടി ഒരു അധ്യായം മുഴുവൻ ഈശോ മാറ്റിവെച്ചു. ലൂക്ക 15 അധ്യായം. അതിനെയാണ് ഗോസ്പൽ വിതിൻ ദ ഗോസ്പൽ എന്ന് പറയുന്നത്. സുവിശേഷങ്ങളിലെ സുവിശേഷം. 4 സുവിശേഷങ്ങളിലെ സുവിശേഷമായിട്ട് അറിയപ്പെടുന്ന ഒരധ്യായമുണ്ട്. അതാണ് 15-ാം അധ്യായം, ഗോസ്പൽ ഓഫ്
ലൂക്ക് ചാപ്റ്റർ 15. പറഞ്ഞേ ഹല്ലേലൂയ. അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്നുമില്ല. 3 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട കോയിൻ, അതിൽ നഷ്ടപ്പെട്ട ധൂർത്തപുത്രൻ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചുങ്കക്കാരും പാപികളും അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഫരിസേയരും നിയമജ്ഞരും അത് കണ്ട് പിറുപിറുത്തു. അപ്പോൾ കർത്താവ് അവരോട് ഈ ഉപമ പറഞ്ഞു. ആരോട്? ഫരിസേയരും നിയമജ്ഞരോട്. അവരോടാണ് ഈ ഉപമകൾ പറയുന്നത്. ഓക്കെ, അവരോടാണ്. അതായത് നന്മ കണ്ടു കുറച്ച് പേര് പിറുപിറുക്കുക. റിട്ടേണിങ് ഈവിൾ ഫോർ ഗുഡ്, അത് അസൂയാണ്. അപ്പോൾ അവരോട് കർത്താവ് ഈ ഉപമ പറഞ്ഞു. കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ഈ മൂത്തപുത്രൻ്റെ ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞേ. അത് ആരെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്? യഥാർത്ഥ ധൂർത്തപുത്രൻ ഈ ഇളയ പയ്യനല്ല. അവൻ തിരിച്ചു വന്നു പശ്ചാത്തപിച്ച്. അപ്പോൾ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നവനെ നോക്കി പുച്ഛിക്കുന്ന, കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഈ മൂത്തപുത്രൻ. അതാണ് മൂത്തപുത്രൻ. അവൻ വയലിലായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവന് സന്തോഷം പോയി. ഉള്ളിൽ ദൈവത്തിൻ്റെ സന്തോഷം നടക്കുവാണ്. പശ്ചാത്തപിച്ച് ഒരാൾ തിരിച്ചു വന്നപ്പോൾ കർത്താവ് സന്തോഷിക്കുക. സ്വർഗത്തിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷം. പക്ഷെ ഇവനത് സന്തോഷിക്കാൻ പറ്റത്തില്ല. അസൂയ ഉള്ളതുകൊണ്ട് പുറത്ത് നിൽക്കുക. ഹീസ് ഫുൾ ഓഫ് ആങ്കർ. അസൂയ ഉണ്ടെങ്കിൽ ആങ്കർ വരും. എല്ലാത്തിനും കുറ്റം പറയും, എല്ലാത്തിനും പുച്ഛിക്കും. അവൻ പറയാം, നീ എങ്ങനെയാണ്, നിന്റെ മകൻ എങ്ങനെയാണ്. അപ്പോൾ അപ്പൻ ഇറങ്ങിച്ചെന്ന് പറയുന്നുണ്ട്, മോനെ എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അബ്രപ്റ്റ്ലി അവിടെ അങ്ങ് എൻഡ് ചെയ്തു. ഈ ഒരൊറ്റ ഉപമയാണ് കർത്താവ് പൂർത്തിയാക്കാത്ത ഉപമ. കേട്ടോണേ, മറ്റെല്ലാ ഉപമയും ഈശോ പൂർത്തിയാക്കി. ഈ ഉപമ മാത്രം ഈശോ പൂർത്തിയാക്കിയില്ല. അൺഫിനിഷ്ഡ്, ഇൻകംപ്ലീറ്റ്. എന്താണ്? ആ മനുഷ്യൻ അപ്പളും പുറത്ത് തന്നെ നിൽക്കുക. അവൻ പശ്ചാത്തപിച്ച് അകത്തോട്ട് വന്നോ അതെയോ പരിഭവം പറഞ്ഞ് എന്നേക്കുമായിട്ട് പോയോ, അത് ഇപ്പോഴും അവിടെ പശ്ചാത്തപിക്കാതെ അവിടെ നിൽക്കുവാണോ എന്ന് നമുക്കറിയത്തില്ല. ഈശോ അവിടെ വെച്ചങ്ങ് നിർത്തി. അതായത് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി തന്നിരിക്കുക. വി ആർ ദ പീപ്പിൾ, വി ഹാവ് ജലസി. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നു. നമ്മൾ പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വരണം. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ അസൂയപ്പെടരുത്. അസൂയ അസ്ഥികളെ പോലും ദ്രവിപ്പിക്കുന്നു, കുടുംബത്തെ കഷ്ടത്തിലാക്കുന്നു. വചനം ഓർത്തോളുക. അതിനെ ഓർത്ത് പശ്ചാത്തപിക്കണം. നല്ല കുമ്പസാരം നടത്തണം. എനി വേർഡ്. ഇപ്പോൾ ഒരാൾ പാപം ഉപേക്ഷിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിലൊക്കെ വരുന്നുണ്ട്, വലിയ വിശുദ്ധനായല്ലോ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇറ്റ് വിൽ കം ബാക്ക്. പശ്ചാത്തപിച്ചില്ലെങ്കിൽ ബൈ യുവർ വേർഡ്സ് വിൽ ബി കണ്ടംഡ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ പാപം ഉപേക്ഷിച്ചു. പണ്ട് പാർട്ടിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന, ധ്യാനം കൂടി കഴിഞ്ഞ് പാർട്ടിക്ക് വരുന്നില്ല. പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഒന്നും എടുക്കുകയില്ല, സ്മോളൊന്നും അടിക്കുകയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നീ വലിയ വിശുദ്ധനായല്ലോ, നേരിട്ട് സ്വർഗത്തിലോട്ട് പോകുമല്ലോ. അതാണ് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക. റിട്ടേണിങ് ഈവിൾ ഫോർ ഗുഡ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കും, പക്ഷേ എഴുതപ്പെട്ട വചനം പൂർത്തിയാതെ നടക്കത്തില്ല. എനി വൺ ഹൂ റിട്ടേൺ ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നെവർ ഡിപ്പാർട്ട് ഫ്രം യുവർ ഫാമിലി എന്ന് എഴുതിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കയറിപ്പിടിക്കും. ബൈ യുവർ വേർഡ്സ് യു വിൽ ബി കണ്ടംഡ്. എവരി അൺഫൗണ്ടഡ് വേർഡ് യു ഹാവ് ടു ഗീവ് അക്കൗണ്ട്. മനുഷ്യൻ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എല്ലാ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ചില്ലറ സംഭവമല്ലത്. അതുകൊണ്ട് ഇതിനെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കിയിട്ട് അനോയിൻറ്റിങ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കരുത്. അനോയിൻറ്റിങ് കിട്ടത്തില്ല. ജലസി ആൻഡ് ആങ്കർ. ബൈബിൾ പറയുകയാണ്, മാൻസ് ആങ്കർ ഡസ് നോട്ട് വർക്ക് റൈച്ചസ് പ്ലാൻ ഓഫ് ഗോഡ്. റൈച്ചസ് പ്ലാൻ എന്നാ? നിനക്ക് പരിശുദ്ധാത്മാവിനെ തരണം. ഞാൻ പോകുന്നത് നിനക്ക് പരിശുദ്ധാത്മാവ്. അതാണ് റൈച്ചസ് പ്ലാൻ ഓഫ് ഗോഡ്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 120. മാൻസ് ആങ്കർ ഡസ് നോട്ട് വർക്ക് റൈച്ചസ് പ്ലാൻ ഓഫ് ഗോഡ്. ആങ്കർ ഉണ്ടെങ്കിൽ റൈച്ചസ് പ്ലാൻ ഓഫ് ഗോഡ് നടക്കത്തില്ല, അനോയിൻറ്റിങ് വരത്തില്ല. ചിലർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കൃത്യം കാണിച്ചു തന്നു. ദ പ്ലാൻ ഓഫ് ഹീലിംഗ് വിൽ നോട്ട് അക്കംപ്ലിഷ് സോ മച്ച് ഓഫ് ആങ്കർ. എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരാറുണ്ട്. ആങ്കർ ഉണ്ടെങ്കിൽ ഹീലിംഗ് ഇല്ല. ആങ്കർ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഡെലിവറൻസ് ഇല്ല. മാൻസ് ആങ്കർ ഡസ് നോട്ട് വർക്ക് റൈച്ചസ് പ്ലാൻ ഓഫ് ഗോഡ്. ആങ്കർ വളരെ സീരിയസ് ആണ്. ചിലർ ഇങ്ങനെ ആങ്കർ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് പിറുപിറുക്കുന്ന സ്വഭാവം, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുക. ഇത് വളരെ സീരിയസാണ് മക്കളെ, ഇത് വളരെ സീരിയസാണ്. ക്യാൻസറസ് ആണിത്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യണം. അത് മാറണമെങ്കിൽ വചനം വായിക്കണം, വചനം സ്വീകരിക്കണം, കൂടുതലേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, പിന്നെ എപ്പോഴും സ്തുതിക്കണം. സ്തുതിപ്പാണ് ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് മെഡിസിൻ. പ്രാക്ടീസ് ദിസ് പ്രൈസ്, പ്രാക്ടീസ് പ്രൈസ്. അതിനാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകണം. ആങ്കറും ജലസിയും
അതിനെ ബന്ധിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് മുട്ടുവതാവും. നന്നായിട്ടൊന്ന് പശ്ചാത്തപിക്കണം ഹൃദയത്തിൽ. കർത്താവ്, എനിക്ക് ശരിക്കും ഈ പാപമുണ്ട്, അതാണ് പല തടസ്സങ്ങൾക്കും കാരണം. കുടുംബത്തിലൊരു ഉയർച്ചയില്ല, അതൊക്കെയാണ്. ഈ ജലസി ആങ്കർ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനുള്ള കപ്പാസിറ്റി പോവും. കർത്താവിൽ സന്തോഷിച്ചില്ലെങ്കിൽ ഹൃദയാഭിലാഷം പൂർത്തിയാകില്ല. നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിൻ്റെ ഹൃദയാഭിലാഷം പൂർത്തിയാകും. കർത്താവിൽ ആനന്ദിക്കാനുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഈശോയിൽ ആനന്ദിക്കാനുള്ള കപ്പാസിറ്റിയാണ്. എപ്പോഴും സന്തോഷിക്കാൻ പറ്റാത്ത സംഗതി എന്താണ്? പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആരെങ്കിലും എന്തെങ്കിലും, പിള്ളേർ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ജീവിത പങ്കാളി എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. എല്ലാത്തിനെക്കുറിച്ച് ദേഷ്യം, ജോലി സ്ഥലത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയ ഒരു ആധ്യാത്മിക പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്കതിനെ നേരിടാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നന്നായിട്ട് പശ്ചാത്തപിക്കണം. പിന്നീട് വേണ്ട വിധത്തിൽ ഇരുന്ന് സ്തുതിക്കണം. സ്പെൻഡ് സഫിഷ്യൻറ്റ് ടൈം ഇൻ ഇൻറ്റൻസ് താങ്ക്സ് ഗിവിങ്. മൂന്നാമത്തെ കാര്യം, വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. തിന്മ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. തിന്മ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമുക്ക് ഈ വചനം ഇങ്ങനെ റിപ്പീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ വന്നാൽ നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ സഹായിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരത്തില്ല. ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി നന്മയൊന്നും, നമ്മളിന്ന് കുറേ കാര്യം ചെയ്തിട്ട് അവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല, അവരൊരു നന്ദി പറയുന്നില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യമൊന്നും വരത്തില്ല. കാരണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല, അവരോട് ക്ഷമിക്കണേ എന്ന് പറയത്തുള്ളൂ. അതാണ്. അപ്പോൾ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ തിന്മ, ലോകത്തിലുള്ള തിന്മ, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളെ കീഴ്പ്പെടുത്തരുത്. നമ്മുടെ സന്തോഷം കളയരുത്, നമ്മുടെ സമാധാനം കളയരുത്, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരരുത്. അതിനുള്ള കപ്പാസിറ്റി കർത്താവ് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കരങ്ങൾ ഇങ്ങനെ ഒന്ന് വിരിച്ചു പിടിക്കുക. ഇങ്ങനെ കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് സ്തുതിച്ചോ. അച്ഛൻ പ്രാർത്ഥിക്കുവാണ്. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്തിൽ കോപത്തിൻ്റെ, അസൂയയുടെ ദുരാത്മാവിനെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയുടേതല്ലാത്ത എല്ലാം മാറട്ടെ. ഈശോയെ, കോപത്തിൽ നിന്നും അസൂയയിൽ നിന്നും വരുന്ന രോഗത്തിന്റെ, സമാധാനക്കേടിന്റെ, വഴക്കിന്റെ, ജഡമോഹത്തിന്റെ, അന്ധകാര ശക്തികളുടെ എല്ലാ സ്വാധീനങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ടച്ച്. ഓ പവർ. ഈശോയുടെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, തടസ്സം മാറട്ടെ, ബന്ധനങ്ങൾ അയ്യട്ടെ, പാപം മാറട്ടെ. ഓ ടച്ച്. ഈശോയുടെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. ഒരിക്കൽ കൂടി. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധി. അർച്ചന ഏകിടും ദാസരിൽ നാഥ, അർച്ചന ഏകിടും ദാസരിൽ നാഥ, കൃപയേകിടൂ, കൃപയേകിടൂ, ഹൃത്തിൽ മാലിന്യം നീക്കിടുമേ. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ നിന്റെ അഭിഷേകം വർദ്ധിക്കണമേ. നീ കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ അനന്തമായ യോഗ്യതയാൽ ഞങ്ങളെ കഴുകണേ. ദേഷ്യം മാറട്ടെ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറട്ടെ. കർത്താവ്, എളിമ തരണമേ, എളിമ തരണമേ. ഓ ധാർഷ്ട്യം മാറട്ടെ, പരിഹാസ സ്വഭാവം മാറട്ടെ, കുറ്റപ്പെടുന്ന സ്വഭാവം മാറട്ടെ, ജഡ്ജ്മെന്റ് സ്വഭാവം മാറട്ടെ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഈശോയെ, ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി തരണമേ. എനിക്ക് ലഭിച്ച ഓരോ അധികാരത്തിൽ നിന്റെ പ്രിയ മക്കളെ ആശീർവദിക്കുന്നു, ആശീർവദിക്കുന്നു. ഓ ടച്ച്. പവർ ഓഫ് ഗോഡ് ബി മാനിഫെസ്റ്റഡ്. ഈശോയുടെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ, ഈശോയുടെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. സ്തുതി, 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 സ്തുതി. ഈശോയെ തൊടണേ, കൈനീട്ടി തൊടണേ, തൊടണമേ, തൊടണമേ. ഈശോയുടെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ഒന്നു തൊട്ടാലും നാഥ, സൗഖ്യം തന്നാലും, നിൻ കരാങ്കുലി സ്പർശനത്താൽ
പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. ഒന്ന് തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ ഇന്ന് കണ്ണിൽ നോക്കി നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരേക്കാൾ ഉപരിയായിട്ട് എന്നോട് സ്നേഹമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ പലരും നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് നല്ല വിശ്വാസമൊക്കെ കാണും, ചിലപ്പോൾ പ്രത്യാശയുണ്ട്, നാളെ എല്ലാം ശരിയാകുമെന്ന് പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്. ഈശോ ആണ് ദൈവം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ചെറുപ്പം മുതൽ കിട്ടിയതാ. പക്ഷെ എന്താ ലാക്ക് ചെയ്യുന്നതെന്നറിയാവോ? സ്നേഹം കുറവായിരിക്കും. നല്ലൊരു സ്നേഹം ഈശോയോടുണ്ടോ? ശരിക്കും ഒരു പേഴ്സണലായിട്ട് നമുക്ക് എല്ലാറ്റിനേക്കാൾ കൂടുതലൊരു ഭയങ്കര സ്നേഹം, സമ്പത്തിനേക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും കൂടുതൽ നമുക്കൊരു ഈശോയോട് സ്നേഹം ഉണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സ്നേഹിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ ആയിരിക്കും സ്നേഹിക്കുക. ചിലപ്പോൾ നമുക്ക് വേറെ ആരുടെയൊക്കെ ഭയങ്കര സ്നേഹം കാണും. പക്ഷേ ഈശോയോട് പാഷനേറ്റ് ആയിട്ടൊരു സ്നേഹം വേണം. ആ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം കിട്ടിക്കോളും. സ്നേഹം ഇത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം തരുന്നതാണേ. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുക്കും. ത്രൂ ദ ഹോളി സ്പിരിറ്റ് ലവ് ഓഫ് ഗോഡ് ഈസ് പോർഡ് ഇൻ യുവർ ഹാർട്ട് എന്നാണ് റോമ 5:5 പറയുന്നത്. നമുക്ക് സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ, എനിക്ക് സ്നേഹം തരണേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ചെറുപ്പം മുതൽ അച്ഛൻ ഇങ്ങനെ ഏത് പള്ളിയിൽ കയറിയാലും ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണമെന്ന്. ഇതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അച്ഛനെ ഒത്തിരി സഹായിച്ചാണ് ഈ പ്രാർത്ഥന. ഞാൻ ഇപ്പോഴും അത് ഏത് പള്ളിയിൽ കയറിയാലും എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എന്നാണെന്നറിയാം, ജീസസ് ഐ ലവ് യു, ഇൻക്രീസ് മൈ ലവ് ഫോർ യു. ഇത് നിങ്ങളെ സഹായിക്കും. ഈ പ്രാർത്ഥന ഒന്ന് സ്വന്തമാക്കിക്കോ. ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ഏറ്റു പറയുക. സാധിക്കുന്ന സമയത്തൊക്കെ ഏറ്റു പറയുക. നമ്മൾ ഏതെങ്കിലും പള്ളി കയറി അന്നേരം ഏറ്റു പറയണം, ജീസസ് ഐ ലവ് യു, ഇൻക്രീസ് മൈ ലവ് ഫോർ യു. അപ്പോൾ ഇതൊരു ഇൻഫ്യൂസ്ഡ് ഗ്രേസ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ലവ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ ദേഷ്യം മാറാതെ കിടക്കും. എപ്പോഴും ഇങ്ങനെ ഈശോയുടെ സ്നേഹം കൂടണം. അച്ഛനിങ്ങനെ ഇത് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ഓസ്ട്രേലിയയിൽ ഒരാൾ കുറേ വർഷം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലെ ഒരു സ്ത്രീ നമ്മളെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടാകത്തില്ല. ഒത്തിരി വർഷം മുമ്പ് ഞാൻ ഭയങ്കര പീഡയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കൽ ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് എപ്പോൾ പോയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതം മാറിയതാണ്. പുള്ളിക്കാരി ഇപ്പോൾ എല്ലാ വർഷവും 2-3 പ്രാവശ്യം ടീമുകളെ പല പിലിഗ്രിമേജിനായിട്ട് കൊണ്ടുപോവാണ്, പല സ്ഥലങ്ങളിലായിട്ട്. ദൈവത്തോടുള്ള സ്നേഹം വന്നങ്ങ് നിറയും. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഈശോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഈശോ പത്രോസിനോട് ചോദിച്ചത്, നീ എന്തോരം പാപം ചെയ്യുന്നോ, നീ എന്തുകൊണ്ട് ഇങ്ങനെ പാപം ചെയ്യുന്നോ, നീ എത്ര തവണ പാപം ചെയ്യുന്നോ, എന്നാലും എന്തിനാ നീ ഇങ്ങനെ പാപം ചെയ്യുന്നൊന്നും ചോദിച്ചില്ലോ. ഡു യു ലവ് മീ മോർ ദാൻ അതേഴ്സ് എന്നാ ചോദിച്ചത്. ദാറ്റ് ഈസ് ദ റെമഡി. ലവിങ് ജീസസ്, ഇൻക്രീസ്ഡ് ലവ് ഫോർ ജീസസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവനെ വിട്ടുപോകത്തില്ല. അപ്പോൾ അതിങ്ങനെ ചോദിക്കണം, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഈ പെന്തക്കോസ്ത നാളിൽ സ്നേഹം കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പെന്തക്കോസ്ത വിജിലിനൊക്കെ വന്ന് പ്രാർത്ഥിച്ചോണം. ഇപ്പം യൂക്കറിസ്റ്റിക് ബ്ലെസ്സിങ് കിട്ടുന്ന സമയത്ത് ഇത് മാത്രം പ്രാർത്ഥിക്കണം. ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തുക, കരങ്ങൾ ഉയർത്തുക, എന്നിട്ട് ഒരു 12 തവണ നന്നായിട്ട് ഒച്ചത്തിൽ പറയണം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ പറയാം. ഒന്നുകിൽ ജീസസ് ഐ ലവ് യു, ഇൻക്രീസ് മൈ ലവ് ഫോർ യു എന്ന് പറയണം. അല്ലെങ്കിൽ പറയണം, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളുക. ഇപ്പം ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്നും നിന്റെ കൂടെയിരിക്കാൻ കൊതിയാ
എന്നും നിന്റെ ചാരയിരിക്കാൻ പ്രിയമാണെൻ ഈശോയേ. എന്നും നിന്റെ കൂടെ വസിക്കാൻ കൊതിയാണെൻ ഈശോയേ. എന്നും നിന്റെ ചാരയിരിക്കാൻ പ്രിയമാണെൻ ഈശോയേ. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും തലവനിക്കുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധിക്കാവുന്നിടത്തോളം രാത്രി ജാഗരണത്തിന് വരണം കേട്ടോ. നൈറ്റ് വിജിൽ വരിക.